ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വയനാട്, പാലക്കാട്, ചേലക്കര. വയനാട്ടിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി സ്വീകരിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി മത്സരത്തിന് എത്തിയേക്കുമെന്ന വാർത്തകൾ, അഭ്യൂഹങ്ങൾ പരന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കുന്നതും കോൺഗ്രസിന്റെ സജീവ ചർച്ചയിലുണ്ട്. അദ്ദേഹം ഇനി മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഷാഫി പറമ്പിൽ MP ആയതോടുകൂടി ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പാലക്കാടാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കെ മുരളീധരന്റെ പേരും പാലക്കാട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. മൂന്നാമത്തേത് ചേലക്കരയാണ്. മന്ത്രി കെ രാധാകൃഷ്ണൻ MP ആയതോടുകൂടി ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെയാണ് കോൺഗ്രസ് അവിടെ പരിഗണിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായി യു പ്രദീപും സജീവ ചർച്ചയായി പരിഗണനാ പട്ടികയിലുണ്ടെന്ന് അല്ലേ? യു ആർ പ്രദീപും ചർച്ചയിലുണ്ട്. അപ്പോൾ ആരൊക്കെയാകും ഇനി കളത്തിൽ വരാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. അജംസർ, എന്ത് തോന്നുന്നു? പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? ഇല്ല, പ്രിയങ്ക ഗാന്ധിയോട് ഹൈക്കമാൻഡിൽ തന്നെ ചിലർ നിർദ്ദേശിച്ചിരുന്നു ഈ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. പക്ഷേ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഈ സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ തെലങ്കാനയിലെ ഖമ്മം സീറ്റ് അവർ മത്സരിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. പ്രിയങ്ക ഗാന്ധി വരുവാണെങ്കിൽ മത്സരിക്കാൻ വേണ്ടി മാറ്റിവെച്ചതാണെന്ന് പറയുന്നു. പക്ഷേ അവർ പല കാരണങ്ങളാൽ മത്സരിക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് പറയുന്നത്. വ്യക്തിപരമായ കാരണങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ഒന്ന് വയനാട്ടിൽ മത്സരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പറഞ്ഞത് എന്താണ്? ഞാൻ ധർമ്മസങ്കടത്തിലാണ്, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം വയനാട് ഉപേക്ഷിക്കും എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ വയനാട്ടുകാർക്കും റായ്ബറേലിക്കാർക്കും സന്തോഷമുണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം തൽക്കാലം സൂചനയാണോ? അല്ല, പ്രിയങ്ക ഗാന്ധി വരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവർ വാരണാസിയിൽ മത്സരിക്കുമായിരുന്നു. വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കണം എന്ന് അജയ് റായ്, അവിടെ മത്സരിച്ച അജയ് റായ് അവിടുത്തെ PCC അധ്യക്ഷനാണ്, അതേ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷെ അവർ മത്സരിക്കാൻ തയ്യാറായില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ മാറിപ്പോനെ. ഇപ്പോൾ നാം കാണുന്ന ഭൂരിപക്ഷത്തിനൊന്നും അതിന് പോലും മോദി ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ പോലും അവർ തയ്യാറായില്ല. അവർ മത്സരിക്കാത്തതിന് അവരുടെ വ്യക്തിപരമായ കാരണങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഇനിയിപ്പോൾ അങ്ങനെ കോൺഗ്രസ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ തീരുമാനിക്കും. അങ്ങനെ സർപ്രൈസ് സ്ഥാനാർത്ഥികളൊക്കെ വരുന്നൊരു പാർട്ടിയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അതിന് സാധ്യത കുറവാണ്. പക്ഷേ വയനാട്ടിൽ ഒരു കാര്യം, ഈ മുസ്ലിം ലീഗിൻ്റെ 3ാം സീറ്റ് വിവാദ സമയത്ത് മുസ്ലിം ലീഗ് വയനാട് ചോദിക്കുമായിരുന്നു ഈ സീറ്റ് ചർച്ചകളിൽ. അപ്പോൾ ഇപ്പോൾ അവരുടെ സ്റ്റാൻഡ് 3ാം സീറ്റ് വേണ്ട. കുഞ്ഞാലിക്കുട്ടി പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് 3ാം സീറ്റ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പല കോണുകളിൽ നിന്ന് ഈ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള വിമർശനം വരുമ്പോൾ കോൺഗ്രസ് ചിലപ്പോൾ ഒരു മുസ്ലിം ക്യാൻഡിഡേറ്റിനെ അവിടെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. കോൺഗ്രസിനകത്ത് തന്നെ നടക്കുന്ന ചർച്ചകളിൽ പലതരത്തിലുള്ള പേരുകൾ വരുന്നുണ്ട്. ഈവൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര് പോലും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമോ എന്ന് നമുക്കറിയില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പേര് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങളുടെയൊക്കെ പേര് വരുന്നുണ്ട്. ജ്യോതി വിജയകുമാർ, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജ്യോതി, ഒരു വനിതാ സ്ഥാനാർത്ഥി വേണം, അങ്ങനെയാണെങ്കിൽ ജ്യോതി പറ്റും എന്ന് ചിലരൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ്റെ പേര് പറയുന്നുണ്ട്. അതാകുമ്പോൾ വനിതയുമാവും മുസ്ലിമുമാവും. ഷമാ മുഹമ്മദിൻ്റെ പേര് പറയുന്നുണ്ട്. KP നൗഷാദിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ പല പേരുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഷുവർ സീറ്റാണത്. അവർക്ക് ആരെ നിർത്തിയാലും വിജയിപ്പിക്കാൻ കഴിയും. അങ്ങനൊരു വലിയ ആൾ വന്ന് മണ്ഡലം പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കിട്ടിയ വോട്ട് തന്നെ കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ജയിച്ചു പോകും. അങ്ങനത്തെ ഒരു മണ്ഡലമാണത്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് അത്ര വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലക്കാടായിരിക്കും ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലം. കാരണം കഴിഞ്ഞ തവണ ഷാഫി 3000 വോട്ടിനാണ് ജയിച്ചത്. അതും വോട്ടെണ്ണലിൻ്റെ അവസാന റൗണ്ടിലാണ് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ ശ്രീധരൻ ഷാഫിക്ക് നൽകിയത്. അപ്പോൾ പാലക്കാട് BJPയെ സംബന്ധിച്ചും അവർക്കൊരു എഡ്ജുള്ള സ്ഥലമാണ്. അവർക്ക് വേണമെങ്കിൽ ഒരു അസംബ്ലിയിലേക്ക് 2ാം എൻട്രി പാലക്കാട് സംഭവിക്കുമോ എന്നൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നുണ്ട്. അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണത്. പാലക്കാട് ഇതുവരെ ജയിച്ചിട്ടില്ലെങ്കിലും ജയിക്കാൻ സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അവരും ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രനായിരിക്കും അതിൻ്റെ ഒരു നിയോഗം ഏറ്റെടുക്കേണ്ടി വരികയെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എന്നാലും അവരൊരു നല്ലൊരു സ്ഥാനാർത്ഥി വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് ഒരുപാട് ചോയ്സസ് ഉണ്ട് അവിടെ നിർത്താൻ വേണ്ടി. അതിലിപ്പോൾ പ്രധാനപ്പെട്ട പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ VT ബൽറാം, അങ്ങനെ പല പേരുകളും ഉയർന്നു. യുവ നേതാക്കൾ തന്നെ ഇറക്കാൻ, ഷാഫിക്ക് പകരം ഒരു യുവമുഖം അവിടെ ഇറക്കാനാണ് സാധ്യത. നല്ലൊരു മത്സരം, ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാടായിരിക്കുമെന്ന് നമുക്ക് കരുതാം.
മറ്റൊന്ന് ചേലക്കരയാണ്. ചേലക്കര എന്ന് പറഞ്ഞാൽ കെ രാധാകൃഷ്ണൻ പലവട്ടം തുടർച്ചയായിട്ട് ജയിക്കുന്ന, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ വളരെ കുറവാണ്. ഏതാണ്ട് 5000 സംതിങ് വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന് അവിടെ ഭൂരിപക്ഷമുള്ളത്. അതായത് ഈ തോറ്റപ്പോഴും രമ്യ ഹരിദാസൻ ചേലക്കരയിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. ആ വോട്ട് എങ്ങനെ കുറഞ്ഞു? അത് ബി ജെ പി കൊണ്ടുപോയിട്ട്, കാരണം ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് കയറുന്നൊരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ. അപ്പോൾ അത് ബി ജെ പിയിലേക്കാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ചേലക്കര മണ്ഡലത്തിന് ഇതുവരെയുള്ള സ്വഭാവം ഇനി മാറുമോ? ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കണം. കാരണം എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമായിരിക്കും. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുടനെ നടക്കുന്നതായതുകൊണ്ട് കേരളത്തിൽ ഈ വോട്ടിംഗ് പാറ്റേണിൽ വരുന്ന മാറ്റം, ആ മാറ്റം ഒരുപക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കുറേ കൂടി ദൃശ്യമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറേ കൂടി ദൃശ്യമാകും. അത് ഇരു മുന്നണികൾക്കും, LDF-നും UDF-നും ഒരു മുന്നറിയിപ്പ് കൂടിയാകും ഈ ഉപതെരഞ്ഞെടുപ്പ് പോലെ എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, നിഷാൻ എന്ത് തോന്നുന്നു? എന്തൊക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് സാധ്യതകൾ? ആരൊക്കെ കളത്തിലിറങ്ങാനിടയുണ്ട്? നേരത്തെ ഇപ്പം വയനാട്ടിൻ്റെ കാര്യം അജിംസ് പറഞ്ഞു. വയനാട് എന്തായാലും UDF-ൻ്റെ ഷുവർ സീറ്റാണ്. മുന്നണിക്കകത്തതിലും തർക്കമൊന്നുമില്ല. UDF-ന് കോൺഗ്രസിനകത്ത് നിന്ന് അവർ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് അവിടെ മത്സരിപ്പിക്കുമായിരിക്കും. പാലക്കാടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമായിട്ട് മാറാൻ പോകുന്നത്. കാരണം തൊട്ടടുത്തുള്ള തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് നിൽക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും അധികാരമേറിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ BJPക്ക് സാധ്യതകളുണ്ട് എന്ന ആത്മവിശ്വാസം BJPയുടെ നേതൃത്വത്തിൽ തന്നെ കൈവന്നിരിക്കുന്നു. അത് കണ്ടിട്ട് ഇപ്പോൾ BJP നേതൃത്വമായാലും വെള്ളാപ്പള്ളി നടേശനായാലും സകലരും ഈ കമ്മ്യൂണൽ കാർഡ് എടുത്ത് ഈ വോട്ടൊഴുക്കാനുള്ള വലിയ പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ സാധാരണ നിലയ്ക്ക് തന്നെ BJPക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലമായ പാലക്കാട്ട് BJP അവരുടെ നിയമസഭയിലെ അക്കൗണ്ട് വീണ്ടും തുറക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്ന കാര്യം. ശരിയാണ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ഷാഫി പറമ്പിൽ അവിടെ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഷാഫി വല്ലാതെ സ്ട്രഗിൾ ചെയ്തെന്ന് കണ്ടു. ഷാഫിയുടെ വിജയത്തിന് പിന്നിൽ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, എൻ്റെ ഒരു വിചാരം, അത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു മികവുകൊണ്ട് ജയിക്കുന്നതൊന്നല്ല. കാരണം BJPക്ക് ജയസാധ്യതയുള്ളൊരു മണ്ഡലം നിലയ്ക്ക് സംസ്ഥാനത്ത് പലയിടത്തും സംഭവിച്ചതുപോലെ ക്രോസ് വോട്ടിംഗ് എന്നൊരു സംഗതിയുണ്ട്. CPM അവിടെ ക്രോസ് വോട്ട് ചെയ്യുക കൂടി ചെയ്തിട്ടാണ് ഷാഫി പലപ്പോഴും വിജയിച്ചിട്ടുള്ളതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പല പഞ്ചായത്തുകളിലെയും CPM-ൻ്റെ പിരായിരി, കണ്ണാടി, ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള CPM-കാർ ഒരു ഘട്ടത്തിൽ ക്രോസ് വോട്ട് ചെയ്യുമ്പോഴാണ് അവസാന മൊമെൻറ്റിൽ BJP തോൽക്കുകയും ഷാഫിക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തവണ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കേൾക്കുന്നുണ്ട്. അറിയില്ല, അവിടുത്തെ DCC ഒന്നും അത് സമ്മതിക്കുന്നില്ല. VT ബൽറാമിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് കൗതുകരമായി തോന്നുന്നൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചാൽ എത്ര CPM-ന് നേതൃത്വം ആവശ്യപ്പെട്ടാലും ക്രോസ് വോട്ട് ചെയ്യും എന്നതാണ്. അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്തവണ ഒരു എന്താ പറയുന്നത്, VT ബൽറാമായാലും അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലായാലും അവരെ മത്സരിപ്പിക്കുന്നതിന് ആ നിലയ്ക്കുള്ള കടുത്ത റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. വേറെ ഒരാൾ വന്നാൽ ഷാഫിയോട് ആ തരത്തിലുള്ള ഒരു വിരോധം സത്യത്തിൽ അവിടുത്തെ CPM-കാർക്കില്ല. ഷാഫി അതിനെ ആ നിലയ്ക്ക് വളരെ ഡീൽ ചെയ്യുന്ന ആളാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടുമായാലും ബൽറാമായാലും ഒരു വളരെ ആക്രമണോത്സുകമായി CPM-ൻ്റെ കേഡേഴ്സിനെ സോഷ്യൽ മീഡിയയിലും പുറത്തും കൈകാര്യം ചെയ്യുന്നവരാണ്. ആ നിലയ്ക്കുള്ള റൈവൽറി അവർക്കിടയിലുണ്ട്. അതുകൊണ്ട് ഈ ക്രോസ് വോട്ടിങ്ങിൻ്റെ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ ഇവരാണെങ്കിൽ പ്രയാസമായിരിക്കും. അതായിരിക്കും എനിക്ക് തോന്നുന്നു അവിടെ വലിയ റിസ്ക് എലമെൻറ്റ്. അപ്പോൾ ആ CPM-ഉം ജയിക്കാൻ, കോൺഗ്രസും ജയിക്കാൻ മത്സരിക്കുന്നു, BJP-യും ജയിക്കാൻ മത്സരിച്ചാൽ BJPക്ക് അവിടെ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ കൃഷ്ണകുമാർ അവിടെ നന്നായി പെർഫോം ചെയ്യുന്ന ആളാണ്. കൃഷ്ണകുമാർ, അപ്പം 3 പേരും ജയിക്കാനാണ് മത്സരിക്കുന്നതെങ്കിൽ BJPക്ക് അവിടെ മുരളീധരൻ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി വന്ന് അവിടെ മത്സരിക്കും. ആ റിസ്ക് പുള്ളി ഏറ്റെടുക്കുമെന്ന് ഞാൻ തോന്നുന്നില്ല. പുള്ളിയുടെ സ്വപ്നങ്ങൾ അതല്ല, എനിക്ക് തോന്നുന്നില്ല. അത്ഭുതം സംഭവിച്ചാൽ അറിയില്ല. പക്ഷേ എല്ലായിടത്തും ഇതുപോലെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ട് വരിക, ഇപ്പോൾ ഇവിടെയും ജയിക്കുമെന്ന് ഒരു ഉറപ്പില്ലാത്ത മണ്ഡലം. ഒരു വർഷത്തേക്ക് അവധിയെടുത്തേക്കാണ്, ഇപ്പോൾ വനവാസത്തിലുമാണ്. അപ്പോൾ ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ വയനാട്ടിൽ പോയി മത്സരിക്കാനുള്ള ഓക്കെ, എന്തായാലും ജയിക്കും. പക്ഷേ ഇവിടെ ഒരു ഉറപ്പുമില്ലാത്ത ഒരു മണ്ഡലത്തിൽ വന്നിട്ട് അദ്ദേഹം റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുലിന് അവിടെ മത്സരിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ബൽറാമിനും മത്സരിക്കണം എന്ന ആഗ്രഹമുണ്ട്. രാഹുൽ മത്സരിക്കണമെന്നാണ് ഷാഫിയുടെ ആഗ്രഹം തോന്നുന്നു. അവർ വളരെ അടുത്ത ആളുകളാണ്. പക്ഷേ ഈ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് നമുക്ക് നോക്കുമ്പോൾ തോന്നുന്ന കാര്യം. പിന്നെ അവിടുത്തെ DCCക്ക് എന്തുമാത്രം താല്പര്യമുണ്ട് പുറത്തുനിന്നുള്ള ആളുകൾ. അപ്പോൾ രാഹുൽ പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ രാഹുൽ വന്ന് മത്സരിക്കാൻ അല്ലെങ്കിൽ ബൽറാമൊക്കെ വന്ന് മത്സരിക്കുന്നതിൽ അവർക്ക് എന്തുമാത്രം താല്പര്യം അവിടെയുണ്ട്. അവിടെയുള്ള ആളുകളെ പരിഗണിക്കണം എന്ന അഭിപ്രായം ഒക്കെ ഉണ്ട്. അപ്പം അപ്പോൾ എന്താ പറയുക, അവരെടുക്കുന്ന ഒരു ഡിസിഷൻ എന്തായിരിക്കും എന്നതിനെ ചുറ്റിപ്പറ്റിയിരിക്കും അവിടുത്തെ ഒരു വിജയസാധ്യത, അവിടുത്തെ റിസൾട്ട് എന്നാണ് തോന്നുന്ന കാര്യം. BJPക്ക് നമ്മൾ എഴുതി തള്ളാൻ പറ്റിയ ഒരു മണ്ഡലമല്ല എന്തായാലും. ചേലക്കരയുടെ കാര്യത്തിലും ചേലക്കര CPM-ൻ്റെ ഒരു മണ്ഡലമാണെന്നൊക്കെ പറയുമ്പോൾ, അതായത് ദീർഘകാലമായി CPM കയ്യിൽ വെച്ചിരിക്കുന്ന ഒന്നാണ് എന്ന് പറയുമ്പോഴും ഇത്തവണ ഈ പ്രശ്നമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് കെ രാധാകൃഷ്ണൻ CPM-ലെ ഏറ്റവും സ്വീകാര്യതയുള്ള മുഖമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരാളാണ്. ചേലക്കരക്കാർക്ക് പ്രിയപ്പെട്ട
രാധേട്ടനാണ് എന്നൊക്കെ പറയുമ്പോഴും 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അതിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് ഓർക്കണം. ഇവിടെ ഡീൻ കുര്യാക്കോസിൻ്റെയൊക്കെ ഭൂരിപക്ഷം നമ്മൾ കാണണം. അപ്പോൾ അതുകൊണ്ട് അവരവിടെയും ഒരു വലിയ സ്ട്രഗിളിനെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചേലക്കരയുടെ കാര്യം, ഇപ്പോൾ അസംബ്ലി സ്പ്ലിറ്റ് എടുത്താൽ ചേലക്കരയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നത് കാണുക. രമ്യ ഹരിദാസിന് ശരിയാണ്, അവർ തോറ്റുപോയെങ്കിലും അവർക്ക് ഇത്ര വോട്ടിനെ തോറ്റുള്ളൂ എന്ന കാര്യം ഓർക്കണം. അവർക്ക് അങ്ങനെ ഒരു ഗ്രൗണ്ടുണ്ട്. കുറേ എന്താ പറയുന്നത്, നിഷ്പക്ഷ വോട്ടർമാർ അവരെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവരെ വേണമെങ്കിൽ കോൺഗ്രസിന് ഒരിക്കൽ കൂടി തോറ്റതിന് പിന്നാലെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നല്ലോ. രമ്യ ഹരിദാസിനെതിരെ പരാതിയൊക്കെ പറയുന്നുണ്ട്. പാർട്ടിക്കാരുള്ള അതൃപ്തിയാണ്. ആ പാർട്ടിക്കാരുള്ള അതൃപ്തിയും പാർട്ടിയുടെ പ്രശ്നങ്ങളും മറികടന്ന് അവരുടെ സ്ഥാനാർത്ഥിയായാലും ഒരുപക്ഷെ അവർക്കൊരു മികച്ച മത്സരം കൊടുക്കാൻ പറ്റുമായിരിക്കും. എന്നാലും പൂർണ്ണമായും CPM-നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആത്മവിശ്വാസക്കുറവുള്ള മണ്ഡലമല്ല. പക്ഷെ അവിടെയും മത്സരം വരുന്നത് കാണാൻ പോലും നേരത്തെ പറഞ്ഞത് ഈ BJP ഫാക്ടറും പ്രധാന ഘടകമാണ്. അതുകൊണ്ട് പാലക്കാട്, രണ്ടാമത് ചേലക്കര, വയനാട്ടിൻ്റെ കാര്യം ഒരു എന്താ പറയുക, അനുഷ്ഠാന മത്സരമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അങ്ങനെ പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ സജീവമായി ആരൊക്കെയുണ്ട് ആ പരിഗണനാ പട്ടികയിൽ എന്നൊക്കെ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കും.